നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് 88 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. മടിക്ക് ശമനം. താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങി. ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത് 11 കുടുംബങ്ങൾ. നഗരസഭയിലെ 2025-26 വാർഷിക പദ്ധതി ഗുണഭോക്താക്കളുടെ തെരഞ്ഞെടുപ്പ് 16-ാം വാർഡ് സഭ നടത്തി. പേട്ട മുസ്ലിം ജുമാ മസ്ജിദ് ഹാളിലാണ് സഭ ചേർന്നത്. വാർഡ് നിവാസികളെ ബാധിക്കുന്ന വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു. രാമമംഗലം പഞ്ചായത്തിൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം രൂക്ഷം. വ്യാപകമായി കാർഷിക വിളകൾക്കും സസ്യങ്ങൾക്കും നാശം വരുത്തുകയാണെന്ന് പ്രദേശവാസികൾ. മൂവാറ്റുപുഴ YMCA ഗോൾഡൻ ജൂബിലി ആഘോഷവും പുതിയ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനവും നടത്തി. അത്യാധുനിക സംവിധാനങ്ങളോടെയാണ് ഓഡിറ്റോറിയം നിർമ്മിച്ചിരിക്കുന്നത്. മൂവാറ്റുപുഴ ഗവൺമെന്റ് TTIയിൽ ലഹരിവിരുദ്ധ ദിനാചരണവും ബോധവൽക്കരണ ക്ലാസും നടത്തപ്പെട്ടു. മൈമും ഫ്ലാഷ് മോബും ശ്രദ്ധേയമായി. സിവിൽ സർവീസ് അക്കാദമി പുനരാരംഭിക്കണം. പ്രതിഷേധിച്ച് AISF. സിവിൽ സർവീസ് അക്കാദമി പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന് മുന്നിലേക്കാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. AISF സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഗോവിന്ദസ് കുന്നുംപുറത്ത് ഉദ്ഘാടനം ചെയ്തു. ശക്തമായ മഴയ്ക്ക് ശമനമായതോടെ നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങി. 11 കുടുംബങ്ങളാണ് നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത്. മൂവാറ്റുപുഴ നഗരത്തിൽ ശക്തമായ മഴയ്ക്ക് ശമനമായതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങി. ബുധനാഴ്ച രാത്രിയിലും വ്യാഴാഴ്ചയും പെയ്ത ശക്തമായ മഴയെ തുടർന്ന് മൂവാറ്റുപുഴയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിരുന്നു. ഇലാഹിയ കോളനി, ആനിക്കാക്കുടി കോളനി, കാളച്ചന്ത എന്നിവിടങ്ങളിലാണ് വെള്ളം കയറിയത്. എന്നാൽ 2 ദിവസങ്ങളിലായി ശക്തമായ മഴയ്ക്ക് ശമനമായതോടെ വീടുകളിൽ നിന്നും വെള്ളമിറങ്ങിയതോടെ വീടുകൾ ശുചീകരിക്കുന്ന പ്രവർത്തികളും പുരോഗമിക്കുകയാണ്. വെള്ളം കയറിയതിനെ തുടർന്ന് മാറ്റി താമസിപ്പിച്ച 11 കുടുംബങ്ങൾ മാത്രമാണ് നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത്. കടാതി NSS കരയോഗം ക്യാമ്പിൽ 8 കുടുംബങ്ങളും JB സ്കൂളിൽ 3 കുടുംബങ്ങളുമാണ് ക്യാമ്പിൽ കഴിയുന്നത്. മലങ്കര ഡാമിൽ നിന്ന് ഒഴുക്കിവിടുന്ന വെള്ളത്തിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്തതോടെ മൂവാറ്റുപുഴയാറിൽ ജലനിരപ്പും താഴ്ന്നിട്ടുണ്ട്. മൂവാറ്റുപുഴ നഗരസഭ 16-ാം വാർഡ് സഭ പേട്ട മുസ്ലിം ജുമാ മസ്ജിദ് ഹാളിൽ ചേർന്നു. വാർഡ് നിവാസികളെ ബാധിക്കുന്ന വിവിധ വിഷയങ്ങൾ സഭയിൽ ചർച്ച ചെയ്തു. മൂവാറ്റുപുഴ നഗരസഭയിലെ 2025-26 വാർഷിക പദ്ധതി ഗുണഭോക്താക്കളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 16-ാം വാർഡ് സഭ പേട്ട മുസ്ലിം ജുമാ മസ്ജിദ് ഹാളിൽ ചേർന്നു. ആരക്കുഴ റോഡിൽ നിന്നും പേട്ട അങ്കണവാടിയിലേക്ക് പോകുന്ന മണ്ണാൻകടവ് തോടിന്റെ തുടക്കഭാഗത്ത് മഴക്കാലമാകുമ്പോൾ തോട് കവിഞ്ഞൊഴുകി യാത്രക്കാർക്കും സമീപവാസികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ വെള്ളക്കെട്ടുണ്ടാകുന്നതും അങ്കണവാടിയിലേക്ക് വെള്ളം കയറുന്നതും മണ്ണാൻകടവ് തോട്ടിലൂടെ മാലിന്യവും മലിനജലവും ഒഴുക്കുന്നതും നിയമ നടപടിയായി കിടക്കുന്ന ആരക്കുഴ പേട്ട റോഡരികിൽ വീട് നിർമ്മിക്കുന്നതും അനുമതി നൽകി നമ്പർ നൽകുന്നതും സഭയിൽ ചർച്ച ചെയ്തു. കൂടാതെ പേട്ട റോഡിലൂടെയുള്ള ഗതാഗത പരിഷ്കാരം പേട്ട നിവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നും ഇതിന് പരിഹാരമുണ്ടാക്കണമെന്നും ആവശ്യപ്പെട്ടു. വാർഡ് സഭയിൽ ഉന്നയിച്ച അഭിപ്രായങ്ങൾ ചേർത്ത് എറണാകുളം ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകുമെന്ന് വാർഡ് കൗൺസിലർ ജാഫർ സാദിഖ് പറഞ്ഞു. സർക്കാർ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഒരു സൈഡ് പറയുന്നത് പുറമ്പോക്കാണ്. നിങ്ങൾ സർക്കാർ ഡിപ്പാർട്ട്മെന്റ് വീണ്ടും അവിടെ നമ്പർ കൊടുക്കും. അപ്പൊ അതിന്റെ അകത്ത് നമ്മൾ തന്നെ മനസ്സിലാക്കണം. അതിനെക്കുറിച്ചും എങ്ങനെ നമ്പർ കൊടുക്കുന്നു. ആ നമ്പർ കൊടുത്ത ഉദ്യോഗസ്ഥന് ഏതായാലും അത് നമ്പർ കൊടുത്ത് ഒരു കാര്യം ഞാൻ ചോദിച്ചട്ടെ, ഒരു ഇത് ചോദിക്കാം. ഇപ്പൊ നമ്മള് നിലവിൽ ആ പുറമ്പോക്കിന്റെ കാര്യമാണ് നിൽക്കട്ടെ. ഈ നിലവില് വീതി ആ ഓടയ്ക്ക് വീതി കൂട്ടിയിട്ടുണ്ടല്ലോ, ഓടയ്ക്ക് വീതി കുറച്ചിട്ടുണ്ടല്ലോ, അതങ്ങ് പൊളിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം ഒഴുകി പോയാൽ ആ വെള്ളക്കെട്ട് പോകും. ഇപ്പൊ ഈ തവണ ഇനി വേറെ കാര്യം പറയാം. ഇനി അതിനൊരു അനുമതി നിങ്ങൾ മേടിച്ചു തരുവാണെങ്കിൽ ഞങ്ങൾ ആലോചിച്ച് പൊളിപ്പിച്ച് കയറിയ അങ്ങനെ നടത്താൻ കഴിയില്ല. കാരണം ഒരു വർക്ക് നടന്നാൽ അതിന് പിരീഡുണ്ട്. ആ പീരീഡ് ആയിട്ടില്ല. അതിന് ശേഷമേ മറ്റൊരു ഉണ്ടാവുള്ളൂ. അല്ല, അങ്ങനെയാണ്. ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് ലീഷ്മ ക്ലാസ് നയിച്ചു. പണം എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് വരുമ്പോൾ ഓർത്തിരിക്കേണ്ട 1-2 കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. വലിച്ചു നീട്ടുന്നില്ല, ഒന്നുമില്ല. വളരെയധികം ശ്രദ്ധയോടെ ഇരിക്കണം. ഇങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾക്ക് വന്നാൽ അപ്പം സ്പോട്ടിൽ നമ്മൾ ചിന്തിച്ചോണം. ഇങ്ങനെ ഒരു ക്ലാസ് കേട്ട് ഇത് ഈ സംഭവമാണെന്ന് നിങ്ങൾ ഓർക്കാൻ. എനിക്ക് അത് മാത്രം മതി, വേറെ ഒരു കാര്യവും വേണ്ട. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് പല കോളുകളും ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമുക്ക് കോളുകൾ എന്തെങ്കിലും വന്നാൽ, അതായത് നമ്മുടെ
അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസോ ATM കാർഡിന്റെ പിന്നുകൾ, അതിൽ പുറമെ CVV എന്ന് പറയുന്ന നമ്പറുകൾ, ഇങ്ങനെ എന്തെങ്കിലും നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് ചോദിച്ച് ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞ് ആരെങ്കിലും വിളിച്ചാൽ അപ്പോൾ തന്നെ കട്ട് ചെയ്തിരിക്കുക. അങ്ങനെ ഒരു കോളും ഒരു ബാങ്കിൽ നിന്നും വരില്ല. SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ ഗൗരി കൃഷ്ണ S, പേട്ട അങ്കണവാടി അധ്യാപിക KA രാധ, ഹെൽപ്പർ സതി PA, CDS മെമ്പർ ബുഷറ റഹ്മാൻ, ആശാപ്രവർത്തക ശൈലജ നസീർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. MN രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിസ അഷറഫ്, KV ശ്രീകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. രാമമംഗലം പഞ്ചായത്തിൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം രൂക്ഷമാകുന്നതായി പരാതി. വ്യാപകമായി കാർഷിക വിളകൾക്കും സസ്യങ്ങൾക്കും പരിസ്ഥിതിക്കും ഒച്ചുകൾ വലിയ തോതിൽ നാശം വരുത്തുകയാണെന്ന് പ്രദേശവാസികൾ. രാമമംഗലം പഞ്ചായത്തിൽ ആഫ്രിക്കൻ ഒച്ചുകൾ പരിസ്ഥിതിക്ക് നാശം വിധിക്കുന്നതായി പരാതി. ജില്ലയുടെ കിഴക്കൻ മേഖലയുടെ വിവിധയിടങ്ങളിൽ ചെടിതിനും ആഫ്രിക്കൻ ഒച്ചുകളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. രാമമംഗലം പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ആഫ്രിക്കൻ ഒച്ചുകൾ വ്യാപകമായി കാർഷിക വിളകൾക്കും സസ്യങ്ങൾക്കും പരിസ്ഥിതിക്കും വലിയ തോതിൽ നാശം വരുത്തുകയാണ്. കൂട്ടമായി പുറത്തിറങ്ങുന്നവ വീടുകളിലും പറമ്പുകളിലുമുള്ള പൂച്ചെടികളും പച്ചക്കറികളും അടങ്ങുന്ന വിവിധ സസ്യങ്ങൾ വ്യാപകമായി നശിപ്പിക്കുകയാണ്. ഉപ്പുചാക്കുകളുമായി പ്രദേശവാസികൾ വീടിനും കൃഷിയിടങ്ങൾക്ക് ചുറ്റും നടക്കുന്നത് പതിവ് കാഴ്ചയായി മാറുകയാണ്. രാമമംഗലം ഹൈസ്കൂൾ സാമൂഹ്യശാസ്ത്ര അധ്യാപകൻ അനൂപ് ജോൺ, മണി P കൃഷ്ണൻ, പരിസ്ഥിതി പ്രവർത്തകൻ പൂത്തൃക പുലക്കുടിയിൽ സിജോ രാജു എന്നിവരുടെ നേതൃത്വത്തിൽ രാമമംഗലം ഹൈസ്കൂൾ സോഷ്യൽ സയൻസ് ക്ലബ്ബ് അംഗങ്ങൾ 2010 പഠനം നടത്തിയിരുന്നു. മഴ ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ഒച്ചുകൾ മുട്ടയിട്ട് പെരുകുന്നത്. കൃഷിക്കും പൂച്ചെടികൾക്കും ഭീഷണിയാകുന്ന ഒച്ചുകളുടെ സാന്നിധ്യം പ്രത്യക്ഷമായതോടെ ഇവയെ ഇല്ലാതാക്കുന്നതിനുള്ള മാർഗങ്ങൾ തേടണമെന്ന ആവശ്യത്തിലാണ് പ്രദേശവാസികൾ. പ്രദേശത്തെ ഒച്ചുകളുടെ ശല്യം ഇല്ലാതാക്കണമെന്നും മറ്റിടങ്ങളിലേക്കുള്ള ഇവയുടെ വ്യാപനം തടയണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. പ്രവർത്തന രംഗത്ത് 50 വർഷം പിന്നിടുന്ന മൂവാറ്റുപുഴ YMCAയുടെ ഗോൾഡൻ ജൂബിലി ആഘോഷവും പുതിയ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനവും നടത്തി. അത്യാധുനിക സംവിധാനങ്ങളോടെയാണ് ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഓഡിറ്റോറിയം നിർമ്മിച്ചിരിക്കുന്നത്. മൂവാറ്റുപുഴ YMCAയുടെ ഗോൾഡൻ ജൂബിലി ആഘോഷവും പുതിയ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനവും നടത്തി. മൂവാറ്റുപുഴ കോട്ടയം റോഡിൽ കബനി പാലസിന് സമീപം അത്യാധുനിക സംവിധാനങ്ങളോടെ ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നിർമ്മിച്ചിരിക്കുന്ന ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം YMCA സൗത്ത് വെസ്റ്റ് ഇന്ത്യ റീജിയൺ ചെയർമാൻ പ്രൊഫസർ അലക്സ് തോമസ് നിർവഹിച്ചു. 500-ൽ പരം സീറ്റിംഗ് കപ്പാസിറ്റിയോടെ 5200 സ്ക്വയർ ഫീറ്റിൽ ഫുള്ളി എയർ കണ്ടീഷൻഡ് ഓഡിറ്റോറിയമാണ് നിർമ്മിച്ചിരിക്കുന്നത്. തുടർന്ന് നടന്ന പൊതുസമ്മേളനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP-യും YMCA മൂവാറ്റുപുഴയുടെ പുതിയ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജും കോൺഫറൻസ് റൂമിന്റെ ഉദ്ഘാടനം മാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് OP ബേബിയും YMCA ഡയറക്ടറുടെ ഉദ്ഘാടനം മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ PP ഇൽദോസും നിർവഹിച്ചു. YMCA മെമ്പർഷിപ്പ് കാർഡ് വിതരണം സബ് റീജിയൺ ചെയർമാൻ അഡ്വക്കേറ്റ് ബൈജു കുര്യാക്കോസ് നിർവഹിച്ചു. ചടങ്ങിൽ മുൻ പ്രസിഡന്റ് CA ഡാനിയൽ സ്കറിയുടെ ഫോട്ടോ അനാച്ഛാദനം, സ്ഥാപക പ്രസിഡന്റ് പ്രൊഫസർ PI ഡാനിയലും അനുസ്മരണ പ്രഭാഷണം ഡോക്ടർ ജെയിംസ് മണിത്തോട്ടവും നിർവഹിച്ചു. ഡെൻകെയർ മാനേജിംഗ് ഡയറക്ടർ ജോൺ കുര്യാക്കോസ്, സാബു മാത്യു IPS തുടങ്ങിയവർ പ്രസംഗിച്ചു. മൂവാറ്റുപുഴ ഗവൺമെന്റ് TTIയിൽ ലഹരിവിരുദ്ധ ദിനാചരണവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ഇന്നർ വീൽ ക്ലബ്ബ്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മൂവാറ്റുപുഴ, ഗവൺമെന്റ് TTI എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ലഹരിവിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചത്. IWC പ്രസിഡന്റും നിർമ്മല കോളേജ് സുവോളജി വിഭാഗം മേധാവിയുമായിരുന്ന ഡോക്ടർ ശശികല ജോയ് ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴയിൽ സിവിൽ സർവീസ് അക്കാദമി പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് AISFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. MLAയുടെ അനാസ്ഥയെ തുടർന്ന് മൂവാറ്റുപുഴയ്ക്ക് നഷ്ടപ്പെട്ട സിവിൽ സർവീസ് അക്കാദമി പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ടാണ് AISFന്റെ നേതൃത്വത്തിൽ സിവിൽ സർവീസ് അക്കാദമി പ്രവർത്തിച്ചിരുന്ന ഇപ്പോൾ ഉപയോഗശൂന്യമായി തീർന്ന കെട്ടിടത്തിന് മുന്നിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രതിഷേധ സമരം AISF സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഗോവിന്ദസ് കുന്നുംപുറത്ത് ഉദ്ഘാടനം ചെയ്തു. ബസേലിയസ് പൗലോസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബൈറ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം. ഈസ്റ്റ് മാറാടി പണമ്പൽ പരേതിനെ S കറയുടെ ഭാര്യ റോസുകുട്ടി 89 നിര്യാതയായി. സംസ്കാരം ഞായറാഴ്ച 3-ന് ഈസ്റ്റ് മാറാടി സെന്റ് ജോർജ് കത്തോലിക്ക പള്ളിയിൽ നടത്തപ്പെടും. മക്കൾ ജോൺ, സിജി, സീന, മരുമക്കൾ ജിഷി പാലക്കുടിയിൽ, ടോമി കാലായിൽ മാറാടി, ബേബി പൂത്തൻകുടി ചേരാനെല്ലൂർ. ഈസ്റ്റ് മാറാടി കുരുക്കൂർ വർക്കി ഉലഹന്നാൻ 74 നിര്യാതനായി. സംസ്കാരം ഞായറാഴ്ച 2-ന് ഈസ്റ്റ് മാറാടി സെന്റ് ജോർജ് കത്തോലിക്ക പള്ളിയിൽ നടത്തപ്പെടും. ഭാര്യ മേരി കാക്കനാട്ട് നാഗപ്പുഴ കുടുംബാംഗം. മക്കൾ അൻസ, ജോൺസ്, ആൽബർട്ട്, മരുമക്കൾ ജഡൻ വട്ടക്കുന്നിൽ വാഴക്കുളം, അനീറ്റ ജോൺസ് കോലംകണ്ണി ചാലക്കുടി. KM ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.